തിരുവനന്തപുരത്ത് മകളുടെ സുഹൃത്തിനെ അപായപ്പെടുത്താൻ പിതാവിന്റെ കൊട്ടേഷൻ. യുവാവിനെ ആക്രമിക്കാൻ 2 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകി. പെൺകുട്ടിയുടെ അച്ഛൻ നെടുമങ്ങാട് സ്വദേശി സന്തോഷ് കുമാറും 2 ഗുണ്ടകളും പിടിയിലായി. കൊട്ടേഷൻ നൽകിയ പെൺകുട്ടിയുടെ ബന്ധു ജിജു ഒളിവിലാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? ഷഫീദ്, ശ്രീജിത്ത്, ഈ മകളുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് എന്നുള്ള വിവരത്തിന്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് ഇയാളെ കൊലപ്പെടുത്താനായി അപായപ്പെടുത്താൻ പിതാവ് കൊട്ടേഷൻ നൽകിയത്. ഈ കൊട്ടേഷൻ ഏർപ്പാട് ചെയ്ത പെൺകുട്ടിയുടെ ബന്ധുവാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ പെൺകുട്ടിയുടെ അച്ഛൻ നെടുമങ്ങാട് സ്വദേശി സന്തോഷ് കുമാറും 2 ഗുണ്ടകളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇതിൽ നിർണായകമായത് പോലീസിന് തോന്നിയ ചില സംശയമാണ്. അതായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണന്തലയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ 2 അംഗ സംഘം ആക്രമിച്ചു. അതിന് തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ വട്ടപ്പാറയ്ക്ക് സമീപം യുവാവിനെ കാറിടിച്ചു വീഴ്ത്തി. ഇങ്ങനെ തുടർച്ചയായി 2 അപകടങ്ങൾ ഉണ്ടായപ്പോൾ പോലീസിനൊരു സംശയം തോന്നി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ചില അന്വേഷണം നടത്തിയത്. ഈ മണ്ണന്തലയിൽ ആക്രമണം നടത്തിയവർ സഞ്ചരിച്ച ബൈക്കിന്റെ നമ്പർ വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടു. സിറ്റി ഷാഡോ പോലീസ് ടീം അടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തുടർന്ന് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തന്നെയാണ് ഈ 2 തവണയും ഈ ആൺകുട്ടിയെ, ഈ യുവാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇതിൽ ഈ പിടിയിലായ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മെഡിക്കൽ കോളേജ് സ്വദേശി സ്വർണ്ണപ്പല്ലൻ എന്ന വിളിപ്പേരുള്ള മനുവും സൂരജ് എന്നിവരാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടേഷൻ ഏർപ്പാട് ചെയ്ത പെൺകുട്ടിയുടെ ബന്ധു ജിജു ഒളിവിലാണ് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പെൺകുട്ടിയുടെ അച്ഛൻ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്.